കത്തോലിക്ക സഭയിലെ മെത്രാന്മാർക്കും ദീപിക ദിനപത്രത്തിനുമെതിരെ അധിക്ഷേപ വർഷം ചൊരിഞ്ഞ് BJP നേതാവ് PC ജോർജ്. ചില മെത്രാന്മാർ UDFന് വേണ്ടി വൃത്തികെട്ട പണിയെടുക്കുന്നുവെന്ന് PC ജോർജ് പറഞ്ഞു. ദീപിക നാണം കെട്ട പത്രമെന്നും അദ്ദേഹം പരിഹസിച്ചു. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഒരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷേ അയാളെന്താ ഇത് മടങ്ങിലെല്ലാം വിളിച്ച് UDF വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അവരെ അയക്കാൻ എന്താ അവകാശം? നാണം കെട്ടവന്മാർ ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. ഒരു സംശയം വേണ്ട. ഒരു പട്ടം കിട്ടിയാൽ അയാൾ ചാകുന്നവരെ പട്ടം കിട്ടിയിട്ടുണ്ട്. അച്ഛനാണ് ഒരു മെത്രാനായാൽ ചാകുന്നവരെ മെത്രാനാണ്. അത് മാറ്റാൻ പറ്റുകയില്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ചുമ്മാർ പറഞ്ഞ മുഴുവൻ കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ കാണും. ഞങ്ങളും രാഷ്ട്രീയമായിട്ട് ഇടപെടും. അവരോട് ബഹുമാനമൊന്നും ഞങ്ങൾക്ക് കാണുകയില്ല. അത്രോ വേറെ പ്രശ്നം. പത്രത്തിൽ അതിരൂക്ഷ വിമർശനം ദീപി ഒരു പത്രമാണോ? ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ പത്രം എടുത്തോ? 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് പറക്കാത്തവന്മാരാ ദീപിക നടത്തുന്നത്. മനസ്സിലായില്ലേ? ദീപിക കോൺഗ്രസ് സർക്കാരുകളുടെ പണം കൈപ്പറ്റി വാർത്തകൾ പടച്ചുവിടുന്നത് നിർത്തണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. രക്തത്തിൽ അടിഞ്ഞുകൂടിയ UDF സ്നേഹമാണ് പ്രകടമാകുന്നതെന്നും ഷോൺ കുറ്റപ്പെടുത്തി. ദീപിക മാത്രമല്ല, ആ മാരകായുധം തടഞ്ഞു നിർത്തിയതും അല്ലെങ്കിൽ മാരകായുധം എന്ന് പറയുന്ന നിയമം പാർലമെൻറ്റ് വന്നില്ലല്ലോ. ഞങ്ങൾ ഇടപെട്ടുണ്ടല്ലോ വരാതിരുന്നു. പക്ഷേ എന്നിട്ടും ദീപിക ചെയ്തത് എന്താണ്? ഇന്നലെയൊക്കെ ദീപികയിൽ എഴുതി വെച്ചിരിക്കുന്ന എന്തൊക്കെ കോപ്രായങ്ങളാണ്. ഒരു ഇലക്ഷന് മുമ്പ് ചില മുന്നണികൾക്ക് വേണ്ടി വിടുപണി ചെയ്യരുത്. ദീപിക എന്ന് പറയുന്നത് സഭയുടെ മുഖപത്രമാണ്. ഇത് സഭാപിതാക്കന്മാരുടെ അഭിപ്രായമല്ല. പലപ്പോഴും കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി രൂപത അധ്യക്ഷൻ തറയിൽ പിതാവ് പരസ്യമായിട്ട് പറയേണ്ടി വന്നു, ഞാൻ നടത്തുന്ന പ്രസ്താവനകളെ രാഷ്ട്രീയം ഉപയോഗിക്കരുതെന്ന് പരസ്യമായിട്ട് പറയേണ്ടി വന്നു. TV ഉൾപ്പെടെ അതാ ചെയ്ത്. അപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് സർക്കാരുകളുടെ പണം കൈപ്പറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത് ഇനിയെങ്കിലും നിർത്തണം. അല്ലെങ്കിൽ സഭാമുഖപത്രം എന്നുള്ള പേര് ഉപേക്ഷിക്കണം. PC ജോർജിന്റെ തനി നിറം BJP ഉടൻ തിരിച്ചറിയുമെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. ഇവരുടെയൊക്കെ സ്വഭാവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ കളർ നാണയങ്ങളും ആ മുഖം മൂടി ഇന്ന് പുറത്ത് വന്നിരിക്കുന്നു, ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി BJP അത് തിരിച്ചറിയും ഉടനെ തന്നെ. അജിത് ബാബു ഉണ്ട് വിവരങ്ങളുമായി. അജിത്ത്, രാഷ്ട്രീയ ചരിത്രം PC ജോർജിൻ്റെത് എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ച് എല്ലാവർക്കും മറ്റൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അജിത്തിനും കുറച്ച് നാൾ മുൻപ് അനുഭവം നേരിട്ട് മനസ്സിലായ ഒരാൾ കൂടിയാണ്. ഇതിലേറ്റവും പ്രസക്തമായി തോന്നുന്നത് ജോസ് കെ മാണിയുടെ പ്രതികരണമാണ്. ഉടനടി BJPക്കും ഇദ്ദേഹത്തിനെ കൊണ്ടുള്ള തൊല്ല എന്താണെന്ന് കൃത്യമായി മനസ്സിലാകുമെന്നാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, FCRA വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ലേഖനങ്ങൾ ദീപികയിൽ വന്നിരുന്നു. മാത്രമല്ല പാലായിൽ ഉൾപ്പെടെ ഇത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ BJP നേതാക്കൾ ഇത്തരത്തിൽ സഭയുടെ നേതൃത്വത്തിലുള്ളവരെ നേരിൽ കാണുകയും ഇതിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്നുൾപ്പെടെ അറിയിക്കുകയും ഉൾപ്പെടെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ദീപികയിൽ ഈ തുടർന്നും ലേഖനങ്ങൾ വന്നതാണ് ഇപ്പോൾ BJP നേതാക്കളായ ഷോൺ ജോർജിനെയും PC ജോർജിനെയും പ്രകോപിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം അതിരൂക്ഷ ഭാഷയിലാണ് ദീപികയെ വിമർശിക്കുന്നത്. ഷോൺ ജോർജ് ആദ്യഘട്ടത്തിൽ ഇത് ദീപിക കോൺഗ്രസ് സർക്കാരുകളുടെ പണം വാങ്ങി നടത്തുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നുൾപ്പെടെ പറഞ്ഞ് അതിൽ സഭയിലെ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അതിന് പിന്നാലെയാണ് PC ജോർജ് മാധ്യമങ്ങളെ കണ്ട് അതിരൂക്ഷമായ അധിക്ഷേപ ഭാഷയിൽ പറഞ്ഞത്. ചില പിതാക്കന്മാർ കുരയ്ക്കുകയാണ് എന്നുൾപ്പെടെയുള്ള ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. സമീപകാലത്ത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠത്തിൽ വിളിച്ച് UDFന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആ വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് മര്യാദയാണോ? രാഷ്ട്രീയം പറയുന്ന പിതാക്കന്മാരെ രാഷ്ട്രീയമായി തന്നെ നേരിടും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ PC ജോർജ് പറഞ്ഞു. ഇതുകൂടാതെയും നിരവധിയായിട്ടുള്ള അധിക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. പ്രത്യേകിച്ച് ആ പത്രത്തിനെതിരെ ഉൾപ്പെടെ അതൊരു പത്രമാണോ, ആരെങ്കിലും അത് വായിക്കുന്നുണ്ടോ, താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തൻ്റെ ഒറ്റ ഫോട്ടോ പോലും ദീപികയിൽ വന്നിട്ടില്ല, അത്രയ്ക്ക് പറയാൻ പറ്റാത്ത ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിട്ട് പറയുക ആൾക്കാരാണത് നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്
അത് ഈ PC ജോർജ് പറഞ്ഞു വെക്കുന്നത്. ഏതാണെങ്കിലും ഈ കാര്യത്തിലെ അധിക്ഷേപം തുടരുകയാണ്. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രണ്ട് സ്ഥാനാർത്ഥികളും രംഗത്തെത്തി. LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി നേരത്തെ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ BJPയും ഉടൻ തന്നെ ഇവരുടെ തനിനിറം തിരിച്ചറിയുമെന്ന് പറഞ്ഞു. ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്ന് മാണി സി കാപ്പനും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും വിഷയം സജീവമായി FCRI വീണ്ടും സജീവമായി ഉയർന്നു വരികയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അതിലെ ദീപികയുടെ ലേഖനങ്ങളൊക്കെ തുടർ ചർച്ചയ്ക്ക് വഴിയാകുകയാണ്. അതിൽ ഈ പരാമർശങ്ങളിൽ ചില സഭാ നേതൃത്വത്തിലുള്ള ചില ആളുകളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം അടക്കം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഇനി അറിയേണ്ടതുണ്ട്. ഈ രാജ്യത്തെ സമഗ്രമായ വിവരങ്ങളാണ് അജിത് ബാബു നൽകിയത്. ഏതായാലും സമൂഹം ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി വിലയിരുത്തട്ടെ.